ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എൻറ്റേർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. പ്യുവർ വെജിറ്റേറിയൻ ലിവർ ഫ്രൈ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ തോന്നില്ലേ എങ്ങനെയാണ് ഒരു വെജിറ്റേറിയൻ ലിവർ ഫ്രൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. പ്യുവർ വെജിറ്റേറിയൻ ലിവർ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചെറുപയറാണ് കേട്ടോ. 1 കപ്പ് ചെറുപയർ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതൊരു സ്റ്റെയിനറിലേക്ക് ഇട്ട് അതിൽ വെള്ളമൊക്കെ മാറ്റിയെടുത്തതാണേ. നമ്മളപ്പോൾ എടുത്ത് വെച്ചിരുന്ന ചെറുപയർ ഞാൻ മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനോടൊപ്പം ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയും കൂടി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി ചേർത്ത് കൊടുക്കുകയാണേ. അടുത്തതായി നമ്മളിതിലേക്ക് ഇങ്ങനെ 3 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അതും ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡാണ് കേട്ടോ. നല്ല ജീരകമാണ് ചേർക്കുന്നത്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് വെള്ളമാണ് ആവശ്യമുള്ളത്. അതൊരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളം ഇതിലേക്ക് ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് അരച്ചിട്ടുള്ളത്. നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കരികരിപ്പായിട്ടല്ല ഇത് അരച്ചെടുക്കേണ്ടത്, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണേ. അതിനുവേണ്ടി ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ ഒരല്പം എണ്ണ തടവി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിങ്ങനെയാണ് ഇത് സ്റ്റീം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇഡ്ഡലിത്തട്ടിലോ മറ്റോ സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് സ്റ്റീം ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. ഞാനിപ്പോൾ ഈ ബാറ്റർ സ്റ്റീം ചെയ്യുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് 15 to 20 മിനിറ്റ്സ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളുടെ ആ ബാറ്ററൊക്കെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മളിത് പുറത്തേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. നമ്മളപ്പോൾ കട്ട് ചെയ്ത് വെച്ചത് ഓരോ പീസസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മളപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസസ് എല്ലാം ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതിലേക്ക് നമ്മളുടെ ഈ പീസസ് എല്ലാം പറക്കി വെച്ച് ഒന്ന് ഷാലോ ഫ്രൈ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിന് ഏകദേശം 2-3 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. നമ്മളപ്പോൾ ആ ഷാലോ ഫ്രൈ ചെയ്തതെല്ലാം ഈ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ സെയിം പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഫെനൽ സീഡ്, അതായത് പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. അത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 4 അല്ലി നല്ല വലിയ അല്ലിയാണ് കേട്ടോ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്. 4 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം ടൈപ്പ് ഇഞ്ചി, 1 ടീസ്പൂൺ കുരുമുളക്, അത് ഇടികല്ലിൽ ചതച്ചെടുത്തിട്ടാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ. നമ്മളപ്പോൾ ചേർത്ത് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് 2 സവോള നീളത്തിൽ കനം കുറച്ചരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊരു ഗോൾഡൻ കളറിലേക്ക് ചേഞ്ചായി വരുന്ന സമയത്ത് അതിലേക്ക് 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും ഒരല്പം വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളപ്പോൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളി വഴറ്റി ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെറുപയർ ഉപ്പിട്ടിട്ടായിരുന്നു സ്റ്റീം ചെയ്തെടുത്തത്.
ഇപ്പം നമ്മളുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ക്യൂബ്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണേ. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളിതിൽ ഉപ്പ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഒരല്പം മാത്രം വെള്ളം, അതായത് 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒരല്പം ഇങ്ങനെ കയ്യിലെടുത്ത് തളിച്ച് മാത്രം കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് കോരി ഒഴിക്കരുത്. ഇതുപോലെ തന്നെ വേണം ചെയ്യാൻ. എന്നാൽ അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി അടച്ച് വെച്ച് വേവിക്കാം. നമ്മളപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂടി ഓപ്പൺ ചെയ്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ മസാലകളൊക്കെ പിടിച്ച് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമുക്കൊരല്പം മല്ലിയില അരിഞ്ഞതും കൂടെ തൂക്കി കൊടുക്കാം. അപ്പോൾ അതൊരു ഡെക്കറേഷനും അത് മാത്രമല്ല നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതുപോലെ മല്ലിയിലയൊന്ന് തൂക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചെറുപയർ ഉപയോഗിച്ചിട്ട് പ്യുവർ വെജിറ്റേറിയൻ രീതിയിലാണ് ഈ ഒരു ലിവർ ഫ്രൈ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. വളരെ എൻറ്റേർലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.